ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? നമുക്ക് അറിയാം ക്രിസ്മസ് എക്സാം വരാനായിട്ടുണ്ട് അല്ലേ. നമുക്ക് പ്രധാനമായിട്ട് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പഠിക്കണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുൾ എ പ്ലസ് നേടുക എന്നതിനേക്കാൾ ഉപരി, അതായത് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് നേടുക എന്നതിനുപരി ടഫായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചു തീർക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. കാരണം ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ടഫ് ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു തീർക്കണം. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യാം? നമുക്ക് സമയം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. മക്കളെ, ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നിങ്ങൾക്കറിയാം അത്യാവശ്യം ടഫായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ സോഷ്യൽ സയൻസിനകത്ത് ജോഗ്രഫി ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അത് വേറൊരു ചാപ്റ്ററുമല്ല, ദ ചേഞ്ചിങ് എർത്ത് അല്ലെങ്കിൽ മാറുന്ന ഭൂമി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. കുറേ ആൾക്കാർ പറയുന്നുണ്ട്, സാർ ഇത് കുറച്ച് അത്യാവശ്യം ടഫാണ്, ഒരുപാട് കണ്ടന്റ് ഉള്ളതായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. ആക്ച്വലി മക്കൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതെങ്ങനെ സിമ്പിൾ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പഠിക്കേണ്ട രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. മക്കളെ, ആദ്യം ശ്രദ്ധിക്കുക എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. മക്കൾ ഇവിടെ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും എർത്ത് മൂവ്മെന്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചലനങ്ങൾ ഉണ്ടല്ലോ, ഭൗമ ചലനങ്ങൾ, അത്തരത്തിലേക്കുള്ള ഭൗമ ചലനങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തതാണ് എൻഡോജനിക് മൂവ്മെന്റ്സ്, സെക്കൻഡ് വൺ ആണ് ഇത് എക്സോജനിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോജനിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്നതാണ്. എൻഡോജനിക് ഭൂമിയുടെ ഉള്ളിലാണ്. ഇത് എൻ്റെ എന്ന് ഓർത്താൽ മതി. അതിനെ നമ്മൾ മലയാളത്തിൽ പറയാം അന്തർജന്യം എന്നാണ്. അന്തർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഉള്ളിലാണ് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ എൻഡോ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് ഓർക്കുക. എൻ്റെ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, എൻ്റെ എന്ന് ഓർത്ത് ഉള്ളിൽ എന്നുള്ള ഓർക്കുക. നമ്മുടെ ഉള്ളിൽ എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലാണെന്ന് ഓർത്ത് വെച്ചുക. അതുപോലെ എക്സോജനിക് എന്ന് പറഞ്ഞാൽ എക്സോ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രം കേൾക്കാനൊക്കെ ഉപയോഗിക്കുന്ന എക്സോ ഒക്കെ അതൊക്കെ സാധാരണ പാത്രത്തിൻ്റെ ഉള്ളിലാണ് കൂടുതൽ ഉപയോഗിക്കുക. പുറമെയാണ് ഉപയോഗിക്കുക എന്ന് ഓർത്ത് വെക്കുക. ഉള്ളിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചിലപ്പോൾ സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറമെയാണ് ഉപയോഗിക്കുക. എക്സോ എന്ന് പറഞ്ഞാൽ പുറമെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മൂവ്മെന്റുകൾ എങ്ങനെയുള്ളതാണെന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ പറഞ്ഞ എൻഡോജനിക് മൂവ്മെന്റ്സിന്റെ എക്സാമ്പിൾ ആണ് എർത്ത് കേക്ക്, വോൾക്കാനോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എക്സോജനിക്കിന് എക്സാമ്പിൾ ആണ് റണ്ണിംഗ് വാട്ടർ, ഇതുപോലെ തന്നെ ഒഴുകുന്ന ജലം, അതേപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ്, ഹിമാനികൾ, വിൻഡ് അല്ലെങ്കിൽ കാറ്റ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഭൂമിക്കകത്ത്, ഭൂമിക്ക് ഉള്ളിലും അതേപോലെ തന്നെ പുറമേ എന്ത് ചെയ്യുന്നുണ്ട്? ചലനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ശരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതെങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ ഇതാണ് സംഭവം. നമ്മൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പാളികൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ ഭൂമിയുടെ പ്രധാനപ്പെട്ട പാളികൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലാണ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഈ ക്രസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നേരെ താഴെ നമ്മൾ പഠിച്ചത് മാന്റിൽ എന്ന് പറയുന്നതാണ്. ഈ മാന്റിലിന്റെ മുകൾ ഭാഗത്ത് ചെറിയ രണ്ട് പ്രധാനപ്പെട്ട ലെയേഴ്സ് ഉണ്ട്. അതായത് മാന്റിലിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ലിത്തോസ്ഫിയർ. മക്കളെ ശ്രദ്ധിക്കുക, ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലിത്തോസ്ഫിയറിനെ നമ്മൾ പറയാം ശിലാമണ്ഡലം എന്നാണ്. ലിത്തോസ്ഫിയറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ശിലാമണ്ഡലം എന്നാണ് എന്ത് ചെയ്യുക പറയാം, ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം. ഇനി അതിന് താഴെ അസ്തനോസ്ഫിയർ ഉണ്ട്. ഈ അസ്തനോസ്ഫിയറിലാണ് നമ്മൾ എന്ത് കാണുന്നത്? മാഗ്മ കാണുന്നത് അസ്തനോസ്ഫിയറിലാണ് മാഗ്മ കാണുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഈ കാണുന്നത് ഇതാണ് ഇത് നമ്മുടെ ശിലാമണ്ഡലം. അതുപോലെ തന്നെ അതിന്റെ നേരെ താഴെ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം. അതിന് നേരെ താഴെ കാണുന്നത് എന്താണ്? ഈ പറയുന്ന അസ്തനോസ്ഫിയറിലാണ് നമ്മൾ എന്ത് കാണുക? മാഗ്മ. അപ്പൊ ശരിക്കും ഭൂമിയുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഈ അസ്തനോസ്ഫിയർ കംപ്ലീറ്റ് തിളച്ച് മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഭൂമിയുടെ ഉള്ളിൽ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ ഒരു പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ഭൂമിയുടെ ഉള്ളിലേക്ക് ഇതിങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും എന്താ പറയുക, ഇതിങ്ങനെ തിളച്ച് മറിയുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഈ പറയുന്ന പ്രധാനപ്പെട്ട മാഗ്മ എന്ത് ചെയ്യും? പുറമെ ചാടാൻ നോക്കുക. അപ്പൊ എവിടെയെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന ശിലാമണ്ഡലത്തിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പുറമെ ചാടാൻ ശ്രമിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ പാത്രത്തിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ നിങ്ങൾ നോക്കിയാൽ മതി, നല്ല ചൂടുണ്ടാവും അല്ലേ. അപ്പൊ ഈ ചൂട് ഇങ്ങനെ ഏൽച്ചു കഴിഞ്ഞാൽ അടിയിലുള്ള ചൂടുകൊണ്ട് ഈ പാത്രത്തിനുള്ളിലുള്ളതൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പുറമേക്ക് ചാടാൻ എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഇതിപ്പോ മൂടി വെച്ചാണെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് കൂടെ പുറമേക്ക് ചാടാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ടാണ് സാധാരണ ബിരിയാണിയൊക്കെ ഇങ്ങനെ ഉള്ളിൽ തന്നെ വേവാൻ വേണ്ടിയിട്ട് ഈ പാത്രമൊക്കെ എങ്ങനെ വെച്ചിട്ട് വലിയ കല്ലൊക്കെ എടുത്ത് വെക്കൂല്ലേ, ദമ്മൊക്കെ ഇടും, നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ ഒട്ടിച്ച് വെക്കും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പുറമേക്ക് ചാടിക്കഴിഞ്ഞ് ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഭൂമിയുടെ ഇതേപോലെ തന്നെയാണ്. നമ്മളിപ്പോ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ പാചകം ചെയ്യുന്ന സമയത്ത് എന്താണോ പ്രക്രിയ നടക്കുന്നത് അതേപോലെ തന്നെയാണ് അല്ലേ. അതായത് പാത്രത്തിനകത്ത് നിങ്ങൾക്കറിയാലോ മൂടി പൊന്തിച്ച് നീരാവി പുറമേക്ക് വരാൻ ശ്രമിക്കും. അതേപോലെ തന്നെയാണ് ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഇത്തരത്തിലേക്ക് ഇതിങ്ങനെ പുറമേക്ക് ചാടാൻ എന്ത് ചെയ്യും? ശ്രമിക്കും. അപ്പൊ ഇത്തരത്തിലേക്ക് പുറമേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാതെ നേരത്തെ കാണിച്ചില്ലേ, ഇത് ഈ മാഗ്മയാണല്ലോ. ഈ മാഗ്മ
ഈ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശിലാമണ്ഡലത്തിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ ചാടാൻ എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് മറിയുന്നത് കൊണ്ട് ഈ ലിത്തോസ്ഫിയർ എപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഈ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ ബ്രോക്കൺ എക്സെൽ പോലെയാണ്, അതായത് പൊട്ടിയ മുട്ടയുടെ തോല് പോലെയാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിന്റെ ചൂട് കൊണ്ട് ഇത് എന്ത് ചെയ്യും, ഇതിങ്ങനെ മൂവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇനി എവിടെയെങ്കിലും ഇതിനൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് കൂടെ അങ്ങനെ എന്ത് ചെയ്യും, ഈ സാധനം പുറമേക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ചാടും. അത് ലാവയായിട്ട് വരും. അതാണ് അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് മക്കൾ ശ്രദ്ധിക്കണം, പ്രധാനമായിട്ടും ഈ പറയുന്ന ഈ പ്ലേറ്റുകൾ, ഇതിനെ പ്ലേറ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകം എന്നാണ് പറയുക. അപ്പോൾ ഇത് തമ്മിൽ രണ്ടെണ്ണം തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യും, ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭൂമിയിൽ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ചലനങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ആക്ച്വലി പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ചലനമാണ് ഇതേപോലെ തന്നെ എൻഡോജനിക് ചലനങ്ങളായിട്ടുള്ള അന്തർജന്യ ചലനങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഇനി മക്കൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇതിനകത്ത് ഈ എൻഡോജനിക് ചലനങ്ങളെ തന്നെ പിന്നീട് അതുപോലെ തന്നെ എക്സോജനിക് ചലനങ്ങളൊക്കെ തന്നെ നമ്മൾ വേറെ തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എൻഡോജനിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അന്തർജന്യ ചലനങ്ങളെ പിന്നീട് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഡയോസ്ട്രിഫിക്കൽ മൂവ്മെന്റ്സും അതുപോലെ തന്നെ സഡൻ മൂവ്മെന്റ്സും. മക്കൾ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും ഈ മന്ദ ചലനങ്ങളും അതുപോലെ തന്നെ ദ്രുത ചലനങ്ങളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്തർജന്യ ചലനങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന ചലനങ്ങളെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഈ പറയുന്ന ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയ അല്ലെങ്കിൽ എപ്പിറോജനിക് പ്രോസസ് ആണ് ഒന്ന്. പിന്നെ അതേപോലെ തന്നെ പർവ്വത രൂപീകരണത്തും അതാണ് ഡയോസ്ട്രിഫിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ദ ചലനങ്ങൾ, പതുക്കെ ഉള്ളതാണ്. എന്നാൽ ദ്രുത ചലനങ്ങളുണ്ട്. ഈ പറഞ്ഞ അന്തർജന്യ ചലനങ്ങളിൽ ദ്രുത ചലനമുണ്ട്. ദ്രുത എന്ന് പറഞ്ഞാൽ സഡൻ മൂവ്മെന്റ് ആണ്, പെട്ടെന്ന് നടക്കുന്നത്. അതിൽ രണ്ടെണ്ണമുണ്ട്, ഭൂകമ്പവും അഗ്നിപർവ്വതവും. മക്കളെ ഞാൻ പറയുന്നു, എക്സാമിന് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണെന്ന് അറിയോ, അത് ഈ രണ്ടെണ്ണം പഠിക്കണം. ഈ ഭൂകമ്പങ്ങളെ കുറിച്ചും അതുപോലെ അഗ്നിപർവ്വതത്തെക്കുറിച്ചും പഠിക്കണം. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. കാരണം എന്താ പറയുക, അത് അത്രയും എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വലിയൊരു ഏരിയ ആണ് ഇത്, ഈ പറയുന്ന രണ്ടെണ്ണം കേട്ടോ. ഏതൊക്കെ, ഭൂകമ്പങ്ങളും മക്കൾ ശ്രദ്ധിക്കണം, അന്തർജന്യ ചലനങ്ങൾ ശ്രദ്ധിക്കണേ. അന്തർജന്യ ചലനങ്ങൾ അല്ലെങ്കിൽ എൻഡോജനിക് മൂവ്മെന്റ്സിലെ പ്രധാനപ്പെട്ട ദ്രുത ചലനങ്ങൾ സഡൻ മൂവ്മെന്റ്സിൽ ഈ ഭൂകമ്പങ്ങളും അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, എന്തായാലും വരും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഏതെടുക്കാം, അഗ്നിപർവ്വതം നമുക്ക് എടുക്കാം, എന്നിട്ട് ഭൂകമ്പത്തിലേക്ക് പോവാം. അതിൽ ആദ്യം തന്നെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആകും. ഇതാ നോക്കിക്കോളൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം വോൾക്കാനോസ് ആൻഡ് ഹ്യൂമൻ ലൈഫ്, അഗ്നിപർവ്വതങ്ങളും മനുഷ്യജീവിതവും എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട് ഇല്ലേ, നിങ്ങളവിടെ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിയോ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക കേട്ടോ. നമുക്ക് നോക്കിയേ, ഹൗ വോൾക്കാനിക് ആക്ടിവിറ്റീസ് എഫക്ട് ഹ്യൂമൻ ലൈഫ്, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യജീവിതത്തെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു. അതായത് ഈ ഒരു അഗ്നിപർവ്വതം എങ്ങനെയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ആ പോയിന്റുകൾ നോക്ക്. ഒന്നാമത്തത്, ഇങ്ങനെ ഒരു അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വലിയ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് നോക്ക്, ലോസ് ഓഫ് ലൈഫ്സ് ആൻഡ് ഡിസ്ട്രക്ട് പ്രോപ്പർട്ടി അല്ലേ. അത് ഈ പറയുന്ന ഒരുപാട് ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് അഗ്നിപർവ്വതമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കണം, അവിടെ വീടുകൾ ഉണ്ടെങ്കിൽ ആ വീടുകളൊക്കെ എന്ത് ചെയ്യും, തകരും അല്ലേ. പ്രകൃതിക്ക് അത് വീടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, വീടുകൾ തകരും. മനുഷ്യരുണ്ടെങ്കിൽ മനുഷ്യരൊക്കെ എന്ത് ചെയ്യും, തകരും അല്ലേ. വലിയ തരത്തിലേക്കാണെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, വലിയ തരത്തിലേക്കാണ് എന്ത് ചെയ്യുക, ഈ ലാവയൊക്കെ പുറത്തേക്ക് വരിക അല്ലേ. ലാവ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുട്ട് പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതേപോലെ തന്നെ അടുത്ത് നോക്കിയോ മക്കളെ, അടുത്തത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നോക്കുക മക്കളെ, ദ ഡിസ്റപ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് സെവർലി എഫക്റ്റ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, സാമ്പത്തിക പ്രവർത്തനങ്ങളും ജനജീവിതവും താറുമാറാവുന്നു അല്ലേ. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്താണ്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ലാവ ഫ്ലോ ഡിസ്ട്രോയ് ഹൗസസ് ആൻഡ് ലാൻഡ് അല്ലേ. ഈ പറയുന്ന ഭൂപ്രകൃതികളും വീടുകളും എന്ത് ചെയ്യും, ഈ പറയുന്ന ലാവാ പ്രളയത്തിൽ എന്ത് ചെയ്യും, തകരും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ അത്രയും ഇതായി വരുന്നുണ്ട്. അനേകം പേരെ ഭൂരഹിതരും തൊഴിലുമാക്കും അല്ലേ, തൊഴിൽരഹിതരുമാക്കും. ഹോംലെസ് ആൻഡ് ജോബ്ലെസ് ആക്കി മാറ്റും. കുറെ ആൾക്കാരെ ഹോംലെസ് ആൻഡ് ജോബ്ലെസ് ആക്കി മാറ്റും. കണ്ടോ, ഇതേപോലെ തന്നെ കണ്ടോ, നിങ്ങൾ കണ്ടോ, ഈ പറയുന്ന വീടുകൾ തകരും. ഈ പറയുന്ന പൊട്ടിത്തെറി ഇങ്ങോട്ട് ഉണ്ടാകുന്ന സമയത്ത് അതിൽ കുറേ ആഷ് ഉണ്ടാവും, ചാരം ഉണ്ടാവും. ആ ചാരം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, ഈ വീടുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീടൊക്കെ തകരുങ്ങൾ ആലോചിച്ചൊക്കെ. വീടൊക്കെ ഈ പറയുന്ന പാറ, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ പാറ പൊട്ടിക്കുന്നില്ലേ, പാറ പൊട്ടിക്കുമ്പോൾ വലിയ പാറ കഷ്ണങ്ങളൊക്കെ വന്ന് പതിക്കൂല. അതേപോലെ പാറ കഷ്ണങ്ങളൊക്കെ വന്ന് എന്ത് ചെയ്യും, ഇതേപോലെ പതിക്കും. ആ പതിച്ചു കഴിഞ്ഞാൽ വീടുകൾ വരെ എന്ത് ചെയ്യും, തകരും. പിന്നെ അത് മാത്രമല്ല, ഒരു ഹാഷ് ആയിരിക്കും, കംപ്ലീറ്റ് ഇതുപോലെ തന്നെ എന്തായിരിക്കും, ചാരമായിരിക്കും. ആ ചാരം ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ പ്രളയം പോലെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ഈ രീതിയിലേക്ക് മാറും. പിന്നെ കണ്ടില്ലേ, ചില സ്ഥലത്ത് കണ്ടോ
നിങ്ങൾ നോക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, കണ്ടോ പൊടി പിടിച്ച് കണ്ടോ അത്രയും ചാരാണ്, അത്രയും ചാരം. നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ എത്ര കൂമ്പാരായിട്ടാണ് വന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഇത് കിലോമീറ്ററുകളോളം എന്താണ് ഇത് സംഭവിക്കുകയാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ തന്നെ അഗ്നിപർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. അപ്പം കുറെ ആൾക്കാർ മരിക്കുന്നുണ്ട്, വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട്, ജോബ്ലെസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹോംലെസ് ആവുന്നുണ്ട് അല്ലേ, വീട് നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ തന്നെ എന്തുണ്ട് ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ താണ്. എന്നാൽ ഈ പറയുന്ന ഈ വോൾക്കാനോസിനെ കൊണ്ട് നമുക്ക് ചില ബെനിഫിറ്റുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കുണ്ട് ബെനിഫിറ്റുകളുണ്ട്. ആ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് നോക്കുന്നത്. എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതാ ഈ ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ചാൻസ് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടുതൽ ചാൻസ് ഇതാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ചോദ്യം ഇതാണ്, ഇതാ ഹൗ വോൾക്കാനോസ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ കൈൻഡ്. അഗ്നിപർവ്വതങ്ങൾ മനുഷ്യരാശിക്ക് എങ്ങനെ ഉപയോഗപ്രദമാണ് എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ചോദ്യം വരാം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പഠിച്ചു വെച്ചോണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം അഗ്നിപർവ്വതങ്ങൾ കൊണ്ട് എന്തെങ്കിലും നമുക്ക് ഉപകാരം ഉണ്ടോ? ഉണ്ട് മക്കളെ, അഗ്നിപർവ്വതം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ ഉപകാരങ്ങൾ ഒരുപാടുണ്ട്. അതിനകത്ത് ഇതാ മക്കളെ, ഒന്നാമത്തെ നോക്കിയോ, അവിടെ പറയുന്നത് അഗ്നിപർവ്വതങ്ങൾ പുറന്തള്ളുന്ന ഈ പറയുന്ന ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പ്രധാനമായിട്ടും വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യും പറ്റും, അതിന്റെ എനർജി വൈദ്യുതോർജ്ജമാക്കി ഉണ്ടാക്കാം. അപ്പോൾ വൈദ്യുതി ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആവുന്നുണ്ട്. അതേപോലെ ലാവ ഈസ് റിച്ച് ഇൻ മിനറൽസ് അല്ലേ, ഈ ലാവ പുറത്തേക്ക് വരുന്ന സമയത്ത് അതെന്താണ് പ്രധാനമായിട്ട് വലിയൊരു മിനറൽസ് ആണ് എന്ന് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കുക അല്ലേ. ലാവ അതേപോലെ തന്നെ എന്താണ് ഭയങ്കരമായിട്ടുള്ള മിനറൽസ് ആണ് അല്ലേ. അപ്പൊ അതും ഒരു എക്സാമ്പിൾ തന്നെയാണ് അല്ലേ, ലാവ വളരെ വലിയൊരു ധാതുവാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും അഗ്നിപർവ്വതങ്ങൾ ഇതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്, ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് ഇത് അഗ്നിപർവ്വതങ്ങൾ കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയോ കേട്ടോ, ഇതാണ് അഗ്നിപർവ്വതം കണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങൾ കണ്ടോ, ഇത് അഗ്നിപർവ്വതം. ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട് കണ്ടോ ഇതിന്റെ ഇവിടേക്കൊക്കെ ലാവ ഇങ്ങനെ ഒഴുകുമില്ലേ. ആ ഒഴുകിക്കഴിഞ്ഞ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണുണ്ടാവും. ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. സോ അവിടെ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായതുകൊണ്ട് തന്നെ നല്ല തരത്തിലേക്ക് എന്ത് ചെയ്യും, കൃഷികൾ അവിടെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല കണ്ടോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൂടിയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റവും ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൂടിയാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, പ്രധാനമായിട്ട് ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരുപാട് മിനറൽ ഡെപ്പോസിറ്റുകൾ ഈ പറയുന്ന ലാവയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടുമാണ്. സോ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, വോൾക്കാനോവുമായി ബന്ധപ്പെട്ട് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചോണം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനും ഓർത്ത് വെച്ചോണം. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ള അടുത്തത് എർത്ത് കേക്ക് ആണ്, ഭൂകമ്പമാണ്. ഭൂകമ്പം ശ്രദ്ധിക്കുക മക്കളെ, ഇതും ഇതേപോലെ തന്നെ ഭൂമിക്കുള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും ഈ ശിലാമണ്ഡലങ്ങൾ തമ്മിലുള്ള ഘർഷണമാണ് എന്തിന് കാരണം, ഭൂകമ്പങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എക്സാമിന് ചോദിക്കും, നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കും, ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് എർത്ത് കേക്ക്, എക്സ്പ്ലെയിൻ സ്യൂട്ടബിൾ മെഷേഴ്സ്. അതായത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ എർത്ത് കേക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂകമ്പങ്ങൾ, ഇതിന്റെ ആഘാതം എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അനുയോജ്യമായ നടപടികൾ നിർദ്ദേശിക്കുക. അതായത് ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ആഘാതം, അതായത് നമ്മളെ ആളുകൾ മരിക്കുന്ന മരണസംഖ്യ, നാശനഷ്ടങ്ങൾ, ഇതൊക്കെ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യും, ഭൂകമ്പങ്ങൾ കൊണ്ട് നമുക്ക് പറ്റും. ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ജീവൻ രക്ഷിക്കാനും കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താനൊക്കെ പറ്റും. അതിന് കുറച്ച് മാർഗ്ഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിക്കും. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനത്തെ ഒരു നല്ല പോയിന്റുകളില്ല, ക്വസ്റ്റ്യൻ മാത്രമാണ് അവിടെ കൊടുത്തത്. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, ഒരു എർത്ത് കേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ ഇവിടെ എർത്ത് കേക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, എർത്ത് കേക്ക് വരാം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മക്കളെ, നോക്കിക്കോളൂ, നിങ്ങൾ നോക്കിക്കോളൂ. ഒന്നാമത്തത് നോക്കൂ, ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത് മൂവ് അവേ ഫ്രം ദ ബിൽഡിങ്സ്. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതുപോലെ തന്നെ കെട്ടിടത്തിന്റെ സമീപത്തു നിന്ന് എന്ത് ചെയ്യുക, മാറി നിൽക്കുക. അതാണ് ഒന്നാമത്തത്, പെട്ടെന്ന് തന്നെ മാറി നിൽക്കണം. പിന്നെ അതുപോലെ തന്നെ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുന്നത് വരെ വീടുകളിലേക്ക് മടങ്ങരുത്. അതാണ് രണ്ടാമത്തത്. നമ്മൾ വീട് വിട്ട് വിചാരിക്കുക, ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, പോകരുത്, തിരിച്ചു പോകരുത്. ഡു നോട്ട് റിട്ടേൺ ഹോം അണ്ടിൽ ഫോർമൽ ഡയറക്ഷൻസ് ആർ റിസീവ്ഡ്. അടുത്ത് നോക്ക്, ഓപ്പൺ സ്പേസ് ആർ സേഫ്. നിങ്ങൾ നോക്കിയത് തുറസായ പ്രദേശങ്ങളാണ് ഏറ്റവും സുരക്ഷിതം. അപ്പോൾ നിങ്ങൾ നോക്കിയതാ ഇങ്ങനെ കണ്ടോ, നിങ്ങൾക്ക് അഥവാ ഭൂകമ്പം ഉണ്ടായി എന്ന് വിചാരിക്കുക, എവിടെ വേണമെങ്കിലും ഉണ്ടാവട്ടോ, കേരളത്തിലൊക്കെ ഭൂകമ്പത്തിന്റെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇത്തരത്തിലേക്ക് ബിൽഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിയിട്ട് എന്ത് ചെയ്യാം, ഒരു ഓപ്പൺ സ്പേസിലേക്ക് വരും. അപ്പം നിങ്ങളിപ്പോൾ സ്കൂളിലാണ് ഉള്ളത് വിചാരിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലേക്ക് ബിൽഡിംഗ് കുലുങ്ങുന്നതായിട്ട് തോന്നുകയാണ്, വേഗം ഇറങ്ങി ഓടിയിട്ട് നേരെ എന്ത് ചെയ്യുക, ഈ ഗ്രൗണ്ടിനകത്ത് വന്ന് നിൽക്കുക. ഒരിക്കലും ഒരു വലിയ ബിൽഡിങ്ങിന്റെ ചുവട്ടിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്റെ ഇവിടെ താഴെ ഒന്നും നിൽക്കരുത്. നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് ഒരു ഗ്രൗണ്ടിന്റെ അവിടെ എന്ത് ചെയ്യുക, അവിടെ വന്ന് ഇരിക്കാനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇങ്ങനത്തെ മെഷേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇനി അതേപോലെ തന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ കണ്ടില്ല, ഇത്തരത്തിലേക്കുള്ള കോർണറുകൾ, വീട്ടിലൊക്കെ തന്നെ ഏതെങ്കിലും കോർണർ ഉണ്ടാവില്ല, ആ കോർണറിലൊക്കെ എന്ത് ചെയ്യുക, പോയി നിൽക്കുക. വീടിന്റെ ഒക്കെ റൂമൊക്കെയാണ്, റൂമിന്റെ സെന്ററിൽ നിൽക്കരുത്. ഏതെങ്കിലും ഒരു കോർണറിൽ ചുമരിനോട് ചാരിയിട്ടുള്ള ഏതെങ്കിലും രണ്ട് ചുമരുകളൊക്കെ ഇങ്ങനെ വരുന്ന ഏരിയ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വരുന്ന ഏരിയ, ആ ഏരിയയിൽ ആ മൂലയിലൊക്കെ പോയിക്കുക, ചുമരിനൊക്കെ മൂലകളിൽ പോയിക്കുക. ഒരിക്കലും ജനലിന്റെ അടുത്തൊന്നും നിൽക്കാൻ എന്ത് ചെയ്യില്ല, പാടില്ല. അത് അവിടെ പറയുന്നത് മക്കളെ എന്തൊക്കെയാണെന്ന് പറയുന്നത്, ലിഫ്റ്റ് ഉപയോഗിക്കരുത്,
വലിയ കെട്ടിടത്തിൽ നിന്നാണെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കരുത്, കാരണം ലിഫ്റ്റ് ഒക്കെ വേഗം തീയും തകരും കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, ഡു നോട്ട് യൂസ് ലിഫ്റ്റ്. പിന്നെ ദ ഇന്നർ കോർണേഴ്സ് ആർ സേഫർ ഏരിയാസ് ഇൻസൈഡ് ഹൗസ്. അതായത് വീടിന്റെ ഇന്നർ കോർണർ, അതായത് മൂലകളാണ് ഏറ്റവും നല്ലത് കേട്ടോ. വീടിന്റെ ഒക്കെ മൂലകളിൽ നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ ജനലരികിൽ നിന്നും മാറുക കേട്ടോ. ജനലരികിൽ എടുത്ത് നിൽക്കരുത്. കീപ്പ് അവേ ഫ്രം വിൻഡോസ്, കാരണം അതൊക്കെ പെട്ടെന്ന് അപകടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഭൂകമ്പം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വീട് വിട്ട് ഇറങ്ങണം അല്ലേ. എവിടുന്നാണോ ഇത് പൊട്ടുന്നത് അവിടെ നിന്ന് വീട് വിട്ട് വേഗം ഇറങ്ങണം. പിന്നെ ഒരു ഒഫീഷ്യൽ ഡയറക്ഷൻ കിട്ടാതെ ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് കയറാൻ പാടില്ല. പിന്നെ ഏറ്റവും നല്ലത് ഒരു ഓപ്പൺ സ്പേസിലാണ്, അതായത് ഈ പറയുന്ന എല്ലാ ആൾക്കാരും നിൽക്കേണ്ടത് ഒരു തുറസായ സ്ഥലത്താണ് നിൽക്കേണ്ടത്. ലിഫ്റ്റ് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. വിൻഡോന്റെ അടുത്ത് നിൽക്കരുത്. വീട്ടിലാണെങ്കിൽ ഒരു ഇന്നർ കോർണറിൽ അല്ലെങ്കിൽ ഒരു മൂലയിലാണ് പോയി നിൽക്കേണ്ടത്. ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന ഭൂകമ്പം അല്ലെങ്കിൽ ഈ പറയുന്ന എർത്ത് കേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. സോ മക്കളെ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി ഞാൻ പറയാനുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്ക്, ഇതുവരെ ട്യൂഷനും കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ലെങ്കിൽ മക്കളെ, ഒരു ഫുൾ A+ ആണ് ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഞാൻ പറയട്ടെ, അത്യാവശ്യം ടഫ് തന്നെയായിരിക്കും ഈ വർഷത്തെ SSLC എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ ഏറ്റവും കിഡിലൻ ബാച്ച് ആയിട്ടുള്ള അസ്ത്ര ബാച്ചിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം 30% ഓഫർ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു ക്രിസ്മസ് ഓഫർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. 9995400800 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അസ്ത്രയുടെ ഭാഗമായി മാറുക. സോ അസ്ത്രയ്ക്കകത്ത് നമുക്ക് കാണാം മക്കളെ. സോ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശം എന്താണോ അത് നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് എത്തരത്തിലേക്കുള്ള വീഡിയോസ് ആണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ ആ കമന്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. JC സാറാണ്. സോ ബൈ മക്കളെ, ബൈ ബൈ ബൈ.